Yes. How will you find out the value of KH? By using partial pressure against mole fraction graph. Okay. We will get a straight line and that straight line passing through the origin and the slope of the straight line is equal to KH. കിട്ടില്ലേ? Then next നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? ഇതിൽ ഈ ഹെൻറീസ് ലോന്റെ ആപ്ലിക്കേഷൻ ചോദിക്കും പരീക്ഷയ്ക്ക്. ഓക്കെ, അതുപോലെ ന്യൂമറിക്കൽസ് ചോദിക്കും. ന്യൂമറിക്കൽസിന്റെ ഐഡിയ ഒരു ചെറിയ ഐഡിയ ഉള്ളൂ, അത് ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, അപ്പോൾ രണ്ട് പോയിന്റ് ശ്രദ്ധിക്കുക. അത് ചെയ്യേണ്ടത് ആപ്ലിക്കേഷൻ ഓഫ് ഹെൻറീസ് ലോ ഏതെങ്കിലും രണ്ട് ആപ്ലിക്കേഷൻ എഴുതാനാണ് ചോദിക്കല്. അതിന് നമ്മൾ സോഡ അല്ലെ ഈ ഹെൻറീസ് ലോന്റെ ആപ്ലിക്കേഷന് മുമ്പേ യെസ് അപ്പം നമ്മൾ പിന്നെ ഈ ഫിഷൊക്കെ വെള്ളത്തിൽ ഡിസോൾവ് ചെയ്ത ഓക്സിജനിലെ ഉപയോഗിക്കല്. അപ്പോൾ വെള്ളത്തിൽ ഡിസോൾവ് ചെയ്ത ഓക്സിജൻ ആണെങ്കിൽ ഫിഷൊക്കെ വെള്ളത്തിന്റെ മുകൾ ഭാഗത്തു നിന്നാണോ സാധാരണ ഓക്സിജൻ കൂടുതൽ കിട്ടുന്നുണ്ടാവുക, താഴെ ഭാഗത്തു നിന്നായിരിക്കും? മുകൾ ഭാഗത്തല്ല, എൻ്റെ അഭിപ്രായത്തിൽ താഴെ ഭാഗത്താണ്. എന്തുകൊണ്ട്? ടെമ്പറേച്ചർ കൂടുമ്പം എന്ത് ചെയ്യും? ഗ്യാസിന്റെ സോലിബിലിറ്റി കുറയും. ഇപ്പൊ സോഡയൊക്കെ നമ്മൾ എന്താ ചെയ്യുക? ഫ്രിഡ്ജിലാണോ കൊണ്ടുവെക്കല്, ചൂടുവെള്ളത്തിലാണോ കൊണ്ടുവെക്കല്? ഇതിലാണ് ഫ്രിഡ്ജിലാ? അല്ല. എന്താ കാരണം? ടെമ്പറേച്ചർ കുറയുമ്പോൾ തണുത്താൽ ഈ സോഡ ഇങ്ങനെ പൊട്ടിക്കുമ്പോൾ ആ ഗ്യാസ് പെട്ടെന്ന് മുകളിലോട്ട് പോകില്ല. അപ്പം നമ്മൾ എന്തിനാണ് ഈ സോഡ കുടിക്കുന്നത്? അതിൽ ഡിസോൾവ് ചെയ്ത ഗ്യാസ് അല്ലേ നമുക്ക് ഒരു ത്രില്ല് ഉണ്ടാവില്ല. അല്ലാതെ ഒരു ത്രില്ല് ഉണ്ടാവോ? ഇല്ല. മനസ്സിലായോ? അപ്പം അതുകൊണ്ട് പിന്നെ ടെമ്പറേച്ചർ കുറയും തോറും സോലിബിലിറ്റി എന്ത് ചെയ്യും? കൂടും. മനസ്സിലായോ? അപ്പം അങ്ങനെയാണെങ്കിൽ താഴെയാണോ ടെമ്പറേച്ചർ കുറവുണ്ടാവുക, മുകളിലാണോ? താഴെ ആയിരിക്കില്ലേ? മനസ്സിലായതേ? അപ്പം അതുകൊണ്ട് നമുക്കൊരു കാര്യം പറയാം. എന്താണ്? സോലിബിലിറ്റി ഓഫ് എ ഗ്യാസ് ഇൻ എ ലിക്വിഡ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ടെമ്പറേച്ചർ. മനസ്സിലായോ? Solubility of a gas in a liquid. Solubility of a gas in a liquid inversely proportional to temperature. എന്താ അതിന്റെ അർത്ഥം? ടെമ്പറേച്ചർ കൂടുന്തോറും സോലിബിലിറ്റി എന്ത് ചെയ്യും? കുറയും. മനസ്സിലായോ? അപ്പൊ അങ്ങനെയാണെങ്കിലേ അതൊരു കാര്യം. ഇനി അങ്ങനെയാണെങ്കിൽ എന്താണെന്നറിയോ? സോലിബിലിറ്റി, ഒരു ഗ്യാസിന്റെ സോലിബിലിറ്റി കൂടുതലാണെന്ന് പറഞ്ഞാൽ അതിന് ഹെൻറീസ് ലോ കോൺസ്റ്റന്റ് കൂടുതലാണ്. ടെമ്പറേച്ചർ കൂടുന്നതോറും സോലിബിലിറ്റി എന്ത് ചെയ്യും? ടെമ്പറേച്ചർ കൂടുന്നതോറും സോലിബിലിറ്റി കുറയില്ലേ? അപ്പൊ സോലിബിലിറ്റി കുറവാണെങ്കിൽ ഹെൻറീസ് ലോ കോൺസ്റ്റന്റ് എന്താണ്? കൂടുതലാണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് കൺക്ലൂഷൻ എടുക്കാം? KH ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ടെമ്പറേച്ചർ അല്ലേ? KHന്റെ വാല്യൂ ടെമ്പറേച്ചർ കൂടുന്നതോറും എന്ത് ചെയ്യും? കൂടും. ഐഡിയ ക്ലിയർ ആയി ശരിക്കും? എന്താണ്? സോലിബിലിറ്റി ഓഫ് എ ഗ്യാസ് ഇൻ എ ലിക്വിഡ് ഇൻവേഴ്സ്ലി ടു ടെമ്പറേച്ചർ അല്ലേ? പക്ഷേ ടെമ്പറേച്ചർ കൂടുതലാണെങ്കിൽ എന്താ അതിന്റെ അർത്ഥം? ആ ഗ്യാസ് കൂടുതൽ ഡിസോൾവ് ചെയ്തോ കുറച്ച് ഡിസോൾവ് ചെയ്തോ? കുറച്ചേ ഡിസോൾവ് ചെയ്തു. കുറച്ചേ ഡിസോൾവ് ചെയ്തു എന്നതിന്റെ അർത്ഥം ആ ടെമ്പറേച്ചറിൽ അതിന്റെ KH എന്താണ്? കൂടുതലാണ്. അപ്പോൾ KH ഡയറക്ട്ലി ഈക്വൽ ടു ടെമ്പറേച്ചർ. മനസ്സിലായല്ലോ? യെസ്. അപ്പോൾ ഈ രണ്ട് പ്രധാനപ്പെട്ട പോയിന്റ് ഒന്ന് പഠിക്കണം. അതേപോലെ തന്നെ ബാക്കി നമ്മൾ പഠിച്ചിട്ടുണ്ട്. സോലിബിലിറ്റി പ്രഷർ കൂടുന്തോറും കൂടും. ഒരു ഗ്യാസിന്റെ വേപ്പർ പ്രഷർ കൂടുന്തോറും സോലിബിലിറ്റി കൂടുന്നു ഞാൻ പറഞ്ഞതല്ലേ? ഓക്കെ, അപ്പൊ ഈ രണ്ട് പോയിന്റ് ഒന്ന് ശരിക്കും ശ്രദ്ധിക്കണം കേട്ടോ. ഓക്കെ, യെസ്. ഇനി ആപ്ലിക്കേഷൻ ഓഫ് ഹെൻറീസ് ലോ ആണ്. ആപ്ലിക്കേഷൻ ഓഫ് ഹെൻറീസ് ലോ. ആപ്ലിക്കേഷൻ ഹെൻറീസ് ലോ അല്ലേ? എന്തുകൊണ്ടാണ് സോഡയൊക്കെ പൊട്ടിക്കുമ്പോൾ നമ്മൾ ഇങ്ങനെ പൊട്ടിക്കുന്ന സമയത്ത് ആ ഗ്യാസ് പുറത്തോട്ട് വരുന്നില്ലേ? എന്താ കാരണം? ആ സോഡ നിർമ്മിക്കുന്നതിൽ ഹൈ പ്രഷറിലാണോ ആ സോഡ സീൽ ചെയ്യുക, ലോ പ്രഷറിലാണോ? ഹൈ പ്രഷർ. മനസ്സിലായോ? ഇപ്പോൾ ടെക്സ്റ്റ് ബുക്കിൽ ഒരു പോയിന്റ് കൊടുത്തിട്ടുണ്ട്, അത് അതേപോലെ പഠിച്ചാൽ മതി. എന്താണ്? സോഫ്റ്റ് ഡ്രിങ്ക്സ് യൂഷ്വലി സീൽഡ് അറ്റ് ഹൈ പ്രഷർ. എന്താ കാരണം? പ്രഷർ കൂടുതലാക്കി കഴിഞ്ഞാൽ അത് കൂടുതൽ എന്ത് ചെയ്യും? ഡിസോൾവ് ചെയ്യും. മനസ്സിലായോ? അതാവുന്ന എന്താ ഒന്നാമത്തെ പോയിന്റ്? സോഫ്റ്റ് ഡ്രിങ്ക്സ് യൂഷ്വലി സീൽഡ് അറ്റ് ഹൈ പ്രഷർ. ഓക്കെ, യെസ്. ഇനി രണ്ടാമത്തെ എന്താ വെച്ചാൽ ഈ വെള്ളത്തിൽ അഭ്യാസം കാണിക്കുന്ന ആൾക്കാരില്ലേ, അവരെ പറഞ്ഞ പേരെന്താണ്? സ്കൂബ ഡൈവേഴ്സ്. എന്താണ്? സ്കൂബ ഡൈവേഴ്സ്. ഓക്കെ, ആ സ്കൂബ ഡൈവേഴ്സ് എന്ത് ചെയ്യും? സാധാരണ ഒരു സിലിണ്ടർ വെള്ളത്തിലോട്ട് പോകുമ്പോൾ ഒരു സിലിണ്ടർ കൊണ്ടുപോകലുണ്ട്. ആ സിലിണ്ടറിൽ 11.7% ഹീലിയം നിറച്ചിട്ടുണ്ടാവും. ഹീലിയം ആൻഡ് 56.2% നൈട്രജൻ. ബാക്കി എത്ര വരും? 0.1 വരും. പിന്നെ ശരിയല്ലേ?
യെസ്. അപ്പോൾ നെക്സ്റ്റ് 32.1% ചെയ്ത് വരും, ഓക്സിജൻ വരും. മനസ്സിലായില്ലേ? അപ്പോൾ സ്കൂബ ഡൈവേഴ്സ് കൊണ്ടുപോകുന്ന സിലിണ്ടറിൽ ഉള്ള അതിൻ്റെ പെർസെൻറ്റേജ് കോമ്പോസിഷൻ കിട്ടിയില്ലേ? 11.7% ഹീലിയം, 56.2% നൈട്രജൻ, പിന്നെ 32.1% ഓക്സിജൻ. എയർ അല്ല കൊണ്ടുപോകാറ്. എന്താ കാരണം അറിയോ? കാരണം ഇതാണ്, വെള്ളത്തിൻ്റെ അടിക്കോട്ട് പോകുന്തോറും പ്രഷർ എന്ത് ചെയ്യും? കൂടും. പ്രഷർ കൂടുമ്പോൾ സാധാരണ എയർ ആണെങ്കിൽ അതിൽ കൂടുതൽ ഏതാണ് ഉണ്ടാവുക? കൂടുതൽ നൈട്രജൻ ഉണ്ടാവും. ഇത് നൈട്രജൻ്റെ എമൗണ്ട് കുറച്ച് റെഡ്യൂസ് ചെയ്തിട്ട് ആര് ഹീലിയം വെച്ചു. അപ്പോൾ ഈ ഹൈ പ്രഷറിൽ എന്ത് ചെയ്യും? ഈ സിലിണ്ടറിൽ നിന്ന് കൂടുതൽ പ്രഷറല്ലേ താഴോട്ട് പോകുമ്പോൾ. അപ്പോൾ എന്ത് ചെയ്യും? ഈ പിന്നെ നൈട്രജൻ്റെ എമൗണ്ട് കൂടും ബ്ലഡിൽ. എന്തുകൊണ്ട്? നൈട്രജൻ്റെ എമൗണ്ട് കൂടാതെ പ്രഷർ കൂടുമ്പോൾ എന്തായാലും സോളിബിലിറ്റി കൂടില്ലേ? അപ്പോൾ അങ്ങനെ. പക്ഷേ നൈട്രജൻ്റെ എമൗണ്ട് കുറക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ കറക്റ്റായിട്ടുള്ള കോമ്പോസിഷൻ അവർ റിസർച്ച് ചെയ്തായിരിക്കും. അതിൽ നൈട്രജൻ്റെ എമൗണ്ട് കുറച്ചിട്ട് കുറച്ച് ശതമാനം ഹീലിയം. ഹീലിയം ഈ എയറിൽ നിന്ന് ഓക്സിജൻ്റെ കൂടാതെ, ഓക്സിജൻ നമുക്ക് എന്തായാലും ആവശ്യമില്ലേ വെള്ളത്തിൽ അടിക്കായാലും മുകളിലായാലും. അപ്പോൾ ഓക്സിജൻ കൂടാതെ പിന്നെ ഏത് മാത്രമേ എത്തൂ? വളരെ ലൈറ്റ് ആയിട്ടുള്ള ഹീലിയം. ഹീലിയത്തിനാണെങ്കിലും തീരെ സോലിബിലിറ്റി ഇല്ല. പക്ഷെ ബ്ലഡിൽ എന്തായാലും ഗ്യാസ് എന്ത് ചെയ്യും? ബ്ലഡിലെത്തും. മനസ്സിലായോ? പക്ഷേ ബ്ലഡിൽ എത്തിയാലും ഹീലിയം ഗ്യാസിൻ്റെ സോലിബിലിറ്റി തീരെ കുറവായതുകൊണ്ട് ആ ഹീലിയം അതുപോലെ നിൽക്കാനുള്ള ചാൻസാണ്. മനസ്സിലായോ? അപ്പോൾ എന്ത് സംഭവിക്കും? നൈട്രജൻ്റെ എമൗണ്ട് നമുക്ക് വിചാരിക്കുന്ന എമൗണ്ട് എന്ത് ചെയ്യും? കുറയും. ഇനി അങ്ങനെ തിരിച്ച് മുകളിലേക്ക് എത്തുമ്പോൾ പ്രഷർ കുറഞ്ഞ അവസ്ഥയിലേക്കല്ലേ എത്തുന്നത്. അന്നേരം എന്ത് ചെയ്യും? അഥവാ ബ്ലഡിൽ നൈട്രജൻ ആവശ്യത്തിൽ കൂടുതലല്ല, ആവശ്യമില്ലാത്ത നൈട്രജൻ, ടോക്സിക്കായ നൈട്രജൻ ബ്ലഡിൽ ഡിസോൾവ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് നേരെ നിൽക്കാൻ പറ്റാത്ത ഒരു അനുഭവം ഉണ്ടാവും. ആ മെഡിക്കൽ കണ്ടീഷനെ ബെൻഡ് എന്ന് വിളിക്കും. എന്താ വിളിക്കുക? ബെൻഡ്. BND, ബെൻഡിനെ. ആ ബെൻഡ് ഒരു മെഡിക്കൽ കണ്ടീഷനാണ്. പെയിൻഫുൾ ആയ കണ്ടീഷന് വിളിക്കുന്ന പേരാണെന്ന് പറയാം ബെൻഡ്. ഈ ബെൻഡ് എന്ന കണ്ടീഷൻ കുറച്ചൊക്കെ ഒഴിവാകും. ഏത്? ഹീലിയം മിക്സ് ആക്കിയാൽ. എന്തായാലും കാരണം ഒറ്റ കാരണം ഹീലിയത്തിന് സോളിബിലിറ്റി കുറവാണോ കൂടുതലാണോ? കുറവാണ്. ഹീലിയം ബ്ലഡിൽ എന്ത് ചെയ്യില്ല? ഡിസോൾവ് ചെയ്യില്ല. മനസ്സിലായോ? അപ്പോൾ അതുകൊണ്ട് ആ ഒരു ഐഡിയ പഠിക്കുക. അപ്പോൾ ഞാൻ ആപ്ലിക്കേഷൻ 1ഉം 2ഉം സിമ്പിളായിട്ട് എഴുതരാം, ശ്രദ്ധിക്കുക. ഒരുപാട് എഴുതണ്ട. ഒന്നാമത്തെ പോയിന്റ് പറഞ്ഞേ. യെസ്, സോഫ്റ്റ് ഡ്രിങ്ക്സ് യൂഷ്വലി sealed at high pressure. സിമ്പിൾ പോയിന്റ് എഴുതിയാൽ മതി. ഇനി സ്കൂബ ഡൈവേഴ്സ് usually carry cylinder containing helium diluted with air. That means 11.7% helium plus 56.2% nitrogen plus 36.1 അല്ലേ? യെസ്, 36.1%, 37.1% നൈട്രജൻ, ഓക്സിജൻ 37.1% ഓക്സിജൻ. ഓക്കെ, ഇതിനു വേണ്ടി to avoid the medical condition known as bend. മനസ്സിലായില്ലേ? ഇനി മൂന്നാമത്തെ പോയിന്റ് എന്താ പറയുക വെച്ചാൽ, ഈ താഴോട്ട് പോകുന്നവരെ പറയില്ല, ഈ മുകളിലോട്ട് പോകുന്നവരെ ക്ലൈംബേഴ്സ് എപ്പോഴും എന്താ ചെയ്യുക? അവർ ഒരു സിലിണ്ടറിൽ ഓക്സിജൻ മാത്രമേ കൊണ്ടുപോകും, വേറെ ഒന്നും ഉണ്ടാവില്ല, പ്യുവർ ഓക്സിജൻ. എന്താ കാരണം? മുകളിലോട്ട് പോകുന്നതോറും പ്രഷർ എന്ത് ചെയ്യും? കുറയും. പ്രഷർ കുറയുമ്പോൾ ഇത് കിട്ടൂല, സിലിണ്ടറിലുള്ള ഓക്സിജൻ തന്നെ ആവശ്യത്തിന് കിട്ടൂല. മനസ്സിലായേ? അപ്പോൾ സിലിണ്ടറിൽ കംപ്ലീറ്റ് ഓക്സിജൻ ആണെങ്കിലേ നമുക്ക് എന്ത് കിട്ടും? കിട്ടുന്നതെല്ലാം ഓക്സിജൻ ആയിരിക്കൂലേ? അതാണ് കാരണം. മനസ്സിലായേ?
ആ ഓക്സിജൻ ഇനിയിപ്പോൾ ഇങ്ങനെ പിടിച്ച് പോകുന്ന ആൾക്കാരല്ലേ, അങ്ങനെ പിടിച്ച് പോകുമ്പോൾ സംഭവിക്കും ഓക്സിജൻ അഥവാ കിട്ടാത്ത അവസ്ഥ വന്നാലോ അതിന് അനോക്സിയ എന്ന് പറയും. എന്താ പറയുക? അനോക്സിയ. അതിന് മെയിൻ സിംറ്റം എന്ന് അറിയോ? ചിന്തിക്കാനുള്ള കഴിവ് നഷ്ടപ്പെടും. എന്താ ഇങ്ങനെ പിടിച്ച് മുകളിലോട്ട് പോകുന്ന നിൽക്കുക, ചിന്തിക്കാനുള്ള കഴിവ് വിട്ട് നഷ്ടപ്പെട്ടാലോ താവോട്ടോട് കൂടിയേ. മനസ്സിലായതേ? അപ്പോൾ അങ്ങനെയാണെങ്കിൽ എന്ത് പറയാൻ പറ്റും? പറ. എന്തുകൊണ്ടാണ് ഓക്സിജൻ മാത്രം കൊണ്ടുപോകുന്നത്? മനസ്സിലായില്ലേ? അപ്പോൾ ക്ലൈംബേഴ്സ്, മൂന്നാമത്തെ പോയിന്റ് പറഞ്ഞേ. ക്ലൈംബേഴ്സ് യൂഷ്വലി ക്യാരി cylinder containing 100% oxygen. എന്തിനു വേണ്ടിയിട്ട്? to avoid the medical condition known as anoxia. Anoxiaയുടെ മെയിൻ സിംറ്റം എന്താ ഞാൻ പറഞ്ഞത്? A person unable to think clearly. Okay? ഇത് മൂന്നും എഴുതിയാൽ മതി അപ്ലിക്കേഷൻ ആയിട്ട്. ഓക്കെ? ഇനി വാട്ട് ഈസ് ബെൻഡ് എന്ന് വെച്ചാൽ എഴുതാറില്ലേ? ദി പെയിൻഫുൾ കണ്ടീഷൻ ഈസ് എങ്ങനെ ഉണ്ടാവുന്ന പെയിൻഫുൾ കണ്ടീഷൻ? ഒബ്റ്റെയിൻഡ് ബൈ ദി റിലീസ് ഓഫ് ഏത്? ഡിസോൾവ്ഡ് നൈട്രജൻ അറ്റ് ലോ പ്രഷർ. കേട്ടില്ലേ? അറ്റ് ലോ പ്രഷർ. ഓക്കെ? ന്യൂമറിക്കൽ ചെയ്യുമ്പോൾ ആകെ അറിയേണ്ട ഒരേ ഒരു പോയിന്റ് ഉള്ളൂ, ശ്രദ്ധിക്കുക. പ്രഷർ ഓഫ് ഗ്യാസ് ഈക്വൽ ടു KH into X of gas. ഇതിന്റെ യൂണിറ്റ് സെയിം ആയിരിക്കും കേട്ടോ. അറ്റ്മോസോ ബാറോ കിലോ പാസ്കലോ അങ്ങനത്തെ യൂണിറ്റ് ആയിരിക്കും. ഓക്കെ? ഇനി എന്താ മോൾ ഫ്രാക്ഷൻ ഓഫ് ഗ്യാസ് എന്ന് പറഞ്ഞാൽ? നമ്പർ ഓഫ് മോൾസ് ഓഫ് ഗ്യാസ് ബൈ നമ്പർ ഓഫ് മോൾസ് ഓഫ് ഗ്യാസ് പ്ലസ് നമ്പർ ഓഫ് മോൾസ് ഓഫ് ഏത്? സോൾവെന്റ്. ഞാൻ സോൾവെന്റ് വാട്ടർ എടുക്കാം, പോരെ? വാട്ടർ എന്നിരിക്കാം. ഇനി ഏത് ഗ്യാസ് ഏതൊരു സോൾവെന്റിലേക്ക് പാസ് ചെയ്താലും ആ ഗ്യാസിന്റെ നമ്പർ ഓഫ് മോൾസ് ആ സോൾവെന്റ് നമ്പർ ഓഫ് മോൾസിനേക്കാൾ വളരെ ചെറുതായിരിക്കും. അതുകൊണ്ട് നമുക്ക് എന്തെടുക്കാം? നമ്പർ ഓഫ് മോൾസ് ഓഫ് ഗ്യാസ് ഈസ് പ്ലസ് നമ്പർ ഓഫ് മോൾസ് ഓഫ് വാട്ടർ അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു നമ്പർ ഓഫ് മോൾസ് ഓഫ് വാട്ടർ. മനസ്സിലായില്ലേ? അങ്ങനെയാണെങ്കിൽ വാട്ട് ഈസ് X ഗ്യാസ് ഈക്വൽ ടു നമ്പർ ഓഫ് മോൾസ് ഓഫ് ഗ്യാസ് ബൈ നമ്പർ ഓഫ് മോൾസ് ഓഫ് വാട്ടർ. ആ താഴത്തെ ഇത് ഒഴിവായി, ഗ്യാസിന്റെ നമ്പർ ഓഫ് മോൾസ് ഒഴിവായി. അങ്ങനെയാണെങ്കിൽ ആ ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താലോ? യെസ്, വാട്ട് ഈസ് pressure of gas equal to KH into number of moles of gas by number of moles of water. അങ്ങനെയാണ് what is number of moles of gas equal to? പറ. number of moles of gas equal to partial pressure of gas into number of moles of water divided by KH. മനസ്സിലായില്ലേ? ഈ ഇക്വേഷൻ ഞാൻ ഡിറൈവ് ചെയ്ത് വെച്ചിട്ടേ ഉള്ളൂ. രണ്ട് ക്വസ്റ്റ്യൻ ചോദിക്കുന്നു അതിൽ. ഒന്ന് ടു ഫൈൻഡ് നമ്പർ ഓഫ് മോൾസ് ഓഫ് ഗ്യാസ്. നമ്മുടെ ഇൻഡെക്സ് ക്വസ്റ്റ്യൻ ഞാൻ പറഞ്ഞ ഐഡിയ. ഇൻഡെക്സ് ക്വസ്റ്റ്യൻ ഉണ്ട്, ഫൈൻഡ് നമ്പർ ഓഫ് മില്ലി മോൾസ് ഓഫ് നൈട്രജൻ ക്വസ്റ്റ്യൻ. മോൾസ് ഇതിപ്പോൾ നമ്പർ ഓഫ് മോൾസ് ഇട്ടില്ലേ, അത് ഇൻറ്റു 1000 ആണ് എന്ത് പറ? മില്ലി മോൾസ്. അപ്പോൾ ഈ ജസ്റ്റ് ഇതൊന്ന് ഓർമ്മിച്ച് വെച്ചാൽ മതി കേട്ടോ. എന്താ ഒരു ടൈം ക്വസ്റ്റ്യൻ? ഹെൻറീസ് ലോന്റെ ഒരു ടൈം ക്വസ്റ്റ്യൻ പറഞ്ഞാൽ ഫൈൻഡ് നമ്പർ ഓഫ് മോൾസ് ഓഫ് ഗ്യാസ് ഇത് ഇൻ 1000 ml വാട്ടർ എന്നിരിക്കുന്നത്. 1000 ml എന്ന് പറയുമ്പോൾ 1000 ml ഡെൻസിറ്റി വേണമല്ലേ? അപ്പോൾ 1000 ഗ്രാമായി. അപ്പോൾ 1000 ഗ്രാം എന്ന് 1000/18 55.55 മോളായി. അപ്പോൾ ഈ സ്ഥലത്ത് 55.55 വരും. ഇത് ഏത്? പാർഷ്യൽ പ്രഷർ ഗ്യാസ് എന്ന് തരും, പിന്നെ KH വാല്യൂ തരും. ചെയ്തൂടെ? ഓക്കെ? ഇതാണ് ഒരു ടൈപ്പ്. രണ്ടാമത് സോലിബിലിറ്റി കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ്. ടു ഫൈൻഡ് സോലിബിലിറ്റി. കിട്ടില്ലേ? ടു ഫൈൻഡ് സോലിബിലിറ്റി. സോലിബിലിറ്റി കണ്ടുപിടിക്കാൻ വേണ്ടി വന്ന ക്വസ്റ്റ്യൻ ആണെങ്കിൽ സോലിബിലിറ്റി എന്ന് പറഞ്ഞാൽ മൊളാലിറ്റി ഉദ്ദേശിക്കുന്നത്. സോലിബിലിറ്റി എന്താ ഉദ്ദേശിക്കുന്നത്? മൊളാലിറ്റി. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് യെസ് മൊളാലിറ്റിയിലേക്ക് കൺവേർട്ട് ചെയ്യണമെങ്കിൽ നോക്കലാരോ പാർഷ്യൽ പ്രഷർ ഓഫ് ഗ്യാസ് ഈക്വൽ ടു എന്താണ്? KH into X ഗ്യാസ് അല്ല, KH into X ഗ്യാസ്. ഓക്കെ? ഇനി മോൾ ഫ്രാക്ഷൻ ഓഫ് ഗ്യാസിനെ എന്തിലേക്ക് കൺവേർട്ട് ചെയ്യണം? മൊളാലിറ്റിയിലേക്ക് മാറ്റണം. അത് ഞാൻ ഒരു എളുപ്പ വഴി പറഞ്ഞുതരാം. മോൾ ഫ്രാക്ഷൻ ഓഫ് ഗ്യാസ് ഈക്വൽ ടു മോൾ ഫ്രാക്ഷൻ ഓഫ് ഗ്യാസിന്റെ ടേമിൽ മൊളാലിറ്റി എഴുതുമ്പോൾ യെസ് നോക്കലാരോ ആദ്യം P ഗ്യാസ് തരും, KH തരും. അപ്പോൾ ഏത് കണ്ടുപിടിക്കാം? X ഗ്യാസ് ഇവിടെ. ആ S ഗ്യാസിനെ നേരിട്ട് മൊളാലിറ്റിയിലേക്ക് മാറ്റാം. മൊളാലിറ്റി ഈക്വൽ ടു ഈ ഇക്വേഷൻ പഠിച്ചു വെച്ചാൽ 1000/m1 by 1 മോൾ ഫ്രാക്ഷൻ ഓഫ് ഗ്യാസ് -1 കേട്ടോ. അതിങ്ങനെ കിട്ടിയൊന്നും ഇപ്പോൾ തൽക്കാലം വേണ്ട. ഇത് ഉപയോഗിക്കുക. M1 എന്ന് പറഞ്ഞാൽ മിക്കവാറും വാട്ടർ ആയിരിക്കും. അപ്പോൾ M1 എത്ര? 80. പഠിച്ചോ?
പി ഗ്യാസ് തരും കെ എച്ച് തരും എക്സ് കിട്ടൂലേ? ആ എക്സ് ഗ്യാസ് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ മൊളാലിറ്റി കിട്ടും. ആ മൊളാലിറ്റിയാണ് എന്തെന്ന് സോളിബിലിറ്റി. ഓക്കെ, റെഡി. ഇനി നിങ്ങൾ ചെയ്യേണ്ടത് NCERT ടെക്സ്റ്റിൽ ഈ പാഠത്തിലുള്ള എല്ലാ പോയിന്റ്സും ഞാൻ പറഞ്ഞതാണ്. ഇനി ഞാൻ നിങ്ങൾക്ക് ഗൂഗിൾ ക്ലാസ് റൂമിലൂടെ അടുത്ത ക്ലാസ്സിൽ ഇതിൻ്റെ തുടക്കത്തിൽ ഏത് ന്യൂമറിക്കൽസ്, ഫുൾ ന്യൂമറിക്കൽസ് ഇപ്പോൾ ചെയ്യിക്കില്ല കേട്ടോ. ഫുൾ ന്യൂമറിക്കൽസ് എന്താ പറയുക, നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് വരുന്നതിനേക്കാൾ ഏറെ ന്യൂമറിക്കൽസ് തരും. അത് നിങ്ങൾ ആ ക്ലാസ്സിൽ ആ ക്വസ്റ്റ്യൻസ് എഴുതിയെടുത്തതിന് ശേഷം അതെന്ത് ചെയ്യണം, ചെയ്യാൻ നോക്കാം. തൊട്ടടുത്ത ക്ലാസ്സിൽ ഞാൻ ആ ക്വസ്റ്റ്യൻസ് വർക്ക് ഔട്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് ക്ലാസ് റൂമിൽ ഇട്ട് തരും. മനസ്സിലായോ? പിന്നെ ഡൗട്ട് വരില്ല. ഓക്കെ, അപ്പോൾ നമുക്ക് എല്ലാ ചോദ്യങ്ങളും എന്ത് ചെയ്യാൻ പറ്റും, ചെയ്യാൻ പറ്റും. കിട്ടില്ലേ? ഓക്കെ, അപ്പോൾ നമ്മൾ സൊല്യൂഷൻ എന്നുള്ള പാഠം കംപ്ലീറ്റ് ആയി.